വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഹോസ്പിറ്റൽ ലാബുകളിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളുടെ കൂട്ടത്തിലാണ് ESRഉം CRPയും ഉള്ളത്. പ്രത്യേകിച്ചും അണുബാധയിലും മറ്റും തീർച്ചയായും ഇവ രണ്ടും ഒരുമിച്ച് തന്നെ നിർദ്ദേശിക്കപ്പെടാറുണ്ട്. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എന്തെങ്കിലും നാശം സംഭവിക്കുന്ന അവസരങ്ങളിൽ ശരീരം തന്നെ അത് റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ചില കെമിക്കലുകളുടെ സഹായത്തോടെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അവയാണ് അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ്. ഈ പ്രവർത്തനത്തെ ഡയറക്റ്റായി CRPയിലൂടെയും ഇൻഡയറക്റ്റായി ESRയിലൂടെയും നമുക്ക് കണ്ടെത്താനാകും. ഇതിനെ പറ്റിയാണ് ഈ വീഡിയോ വിശദമാക്കുന്നത്. ESR അഥവാ എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. എറിത്രോസൈറ്റ് എന്നാൽ റെഡ് ബ്ലഡ് സെൽസ്, അതായത് ചുവന്ന രക്താണുക്കൾ. ഇവയ്ക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇരുവശവും കുഴിഞ്ഞ ഡിസ്കിന്റെ ഷേപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആന്റികോയാഗുലൻസ് എന്ന കെമിക്കൽസ് ചേർത്ത രക്തം പ്രത്യേക നീളവും വീതിയുമുള്ള ഗ്ലാസ് ട്യൂബുകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബുകളിൽ ഡിസ്റ്റർബ് ചെയ്യാതെ വച്ചാൽ നാണയങ്ങൾ വൃത്തിയായി അടുക്കി വച്ചിരിക്കുന്നത് പോലെ ഈ റെഡ് സെൽസ് സെഡിമെന്റ് ചെയ്യും. ഇങ്ങനെ 1 മണിക്കൂറിൽ റെഡ് ബ്ലഡ് സെൽസ് സെഡിമെന്റ് ചെയ്യുന്ന റേറ്റ് ആണ് എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് അഥവാ ESR. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ എറിത്രോസൈറ്റ് സെഡിമെന്റ് ചെയ്യുന്ന റേറ്റ് അത് കൂടും. അതെങ്ങനെയെന്നാൽ ഇൻഫെക്ഷനെയോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയോ തുടർന്ന് ഉണ്ടാകുന്ന ഈ അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് ഈ RBCയുടെ സെഡിമെന്റേഷൻ റേറ്റ് കൂട്ടും. ESRനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൂടുതൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി ESRന്റെ നോർമൽ വാല്യൂ എങ്ങനെയെന്ന് നോക്കാം. 50 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിൽ നോർമൽ ESR എന്നാൽ അത് 15 മില്ലിമീറ്റർ/ഹവറിലും കുറവായിരിക്കും. 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ 20 മില്ലിമീറ്റർ/ഹവറിലും കുറവായിരിക്കും നോർമലി ESRന്റെ വാല്യൂ. ഇനി 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ അത് 20 മില്ലിമീറ്റർ/ഹവറിന് താഴെയും 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ 30 മില്ലിമീറ്റർ/ഹവറിന് താഴെയുമായിരിക്കണം. അതുപോലെ കുട്ടികളിൽ ESRന്റെ നോർമൽ വാല്യൂ 10 മില്ലിമീറ്റർ/ഹവറിലും കുറവായിരിക്കും. ഇനി C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അതായത് ഒരു നീർവീഴ്ച ഉണ്ടാകുന്ന സമയത്ത് കരളിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അക്യൂട്ട് ഫേസ് പ്രോട്ടീനാണ് C റിയാക്റ്റീവ് പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അതിൻ്റെ ഒരു ഡയറക്റ്റ് മെഷറായി നമുക്ക് C റിയാക്റ്റീവ് പ്രോട്ടീനെ കണക്കാക്കാം. അതുപോലെ തന്നെ രക്തത്തിലെ CRPയുടെ ഹാഫ് ലൈഫ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതിനാൽ CRPയുടെ അളവ് കൂടുന്നത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷന്റെ തീവ്രതയാണ് കാണിക്കുന്നത്. CRPയെ പറ്റിയും ഇതിനു മുമ്പ് ഒരു വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവായി അത് കാണുക. ഇനി CRPയുടെ നോർമൽ വാല്യൂവിന്റെ റേഞ്ചാണ് പറയുന്നത്. ലെസ് ദാൻ 0.3 മില്ലിഗ്രാം/ഡെസിലിറ്റർ ആണ് നോർമൽ CRP. ഇനി 0.3 to 1 മില്ലിഗ്രാം/ഡെസിലിറ്റർ അതിനെ നമുക്ക് മൈനർ എലിവേഷൻ ആയിട്ട് കണക്കാക്കാം. ഇനി 1 to 10 മില്ലിഗ്രാം/ഡെസിലിറ്റർ മോഡറേറ്റ് എലിവേഷൻ ആയിട്ട് കണക്കാക്കാം. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിലൊക്കെ ഈ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മോർ ദാൻ 10 മില്ലിഗ്രാം/ഡെസിലിറ്റർ മാർക്കറ്റ് എലിവേഷൻ ആണ്. അത് മിക്കവാറും ഒരു ഇൻഫെക്ഷനെ കാണിക്കും. ഇനി CRPയുടെ വാല്യൂ മോർ ദാൻ 50 മില്ലിഗ്രാം/ഡെസിലിറ്റർ ആകുന്നത് ഒരു അക്യൂട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന
അതും ബാക്ടീരിയ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫെക്ഷനെയാണ് 50 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ അധികമായി നിൽക്കുന്ന CRP വാല്യൂ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ CRPയുടെ വാല്യൂവിന്റെ റേഞ്ച് വെച്ചിട്ട് നമുക്കത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ, ഇൻഫെക്ഷൻ കൊണ്ടാണോ, ഇൻഫെക്ഷൻസിൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടാണോ എന്നൊക്കെ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ESRും CRPയും രണ്ടും ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ തുടർന്ന് ഉയരുമെങ്കിലും ഇവ ഉയരുന്ന പാറ്റേണിൽ ഒരു വ്യത്യാസമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CRP ഉയരാൻ തുടങ്ങും. അതായത് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ CRPയുടെ വാല്യൂ ഉയരും. അതുപോലെ തന്നെ 36 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനിടയ്ക്കുള്ള സമയത്ത് അതതിൻ്റെ പീക്ക് വാല്യൂവിലെത്തും. പിന്നീട് അത് കുറഞ്ഞു തുടങ്ങും. അതുപോലെ തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുത്താൽ അല്ലെങ്കിൽ ഈ CRPയുടെ ഇലവേഷന് കാരണമാകുന്ന ആ സ്റ്റിമുലസ് നീക്കം ചെയ്യപ്പെട്ടാൽ അതിന്റെ വാല്യൂ പെട്ടെന്ന് തന്നെ കുറഞ്ഞു തുടങ്ങും. അതുപോലെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ CRPയുടെ വാല്യൂ പഴയതുപോലെ നോർമലായി തീരും. അപ്പോൾ CRP ആണ് ഏറ്റവും പെട്ടെന്ന് കൂടുന്നതും അതുപോലെ ട്രീറ്റ്മെന്റിനെ തുടർന്ന് ഏറ്റവും പെട്ടെന്ന് കുറയുന്നതും CRP ആണ്. എന്നാൽ ESR ആകട്ടെ CRPയേക്കാളും കുറച്ച് താമസിച്ച് കൂടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരാഴ്ചയെങ്കിലും എടുക്കുമ്പോഴായിരിക്കും ESR അതിന്റെ പീക്ക് ലെവലിൽ എത്തുക. പിന്നീട് അത് പതുക്കെ കുറയുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾഡ് ആയാലും അത് അതിന്റെ നോർമലിലേക്ക് എത്താൻ ആഴ്ചകളോളം എടുക്കും. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ഉയരുന്നത് C റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ്. ഏറ്റവും പെട്ടെന്ന് പീക്ക് വാല്യൂവിൽ എത്തുന്നത് C റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ നോർമലിലേക്ക് എത്തുന്നതും C റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ലിവർ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് C റിയാക്റ്റീവ് പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ ആ C റിയാക്റ്റീവ് പ്രോട്ടീൻ നമ്മുടെ രക്തത്തിൽ അതിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിലൂടെ ഒരു ഡയറക്റ്റ് മെഷറാണ് നമുക്ക് കിട്ടുന്നത് ഇൻഫെക്ഷന്റെ. അതേസമയം ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ അക്യൂട്ട് ഫേസ് പ്രോട്ടീൻസ് ഉണ്ടാവുകയും അവ RBCയുടെ സർഫസിൽ പറ്റിപ്പിടിച്ച് RBCയെ പെട്ടെന്ന് ക്ലംപ് ചെയ്യാൻ അല്ലെങ്കിൽ സെഡിമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെയാണ് ESR ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ESR എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെഷറും C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെഷറുമാണ്. ESR എന്ന് പറയുന്നത് RBCയുടെ സെഡിമെന്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ RBCയുടെ സൈസ്, ഷേപ്പ്, അവയുടെ നമ്പർ, അതുപോലെ രോഗിയുടെ പ്രായം, രോഗി ആണോ പെണ്ണോ എന്നത്, അതുപോലെ രോഗി പ്രഗ്നന്റ് ആണോ എന്നുള്ളത്, അതുപോലെ രോഗിയുടെ വൃക്കകളുടെ പ്രവർത്തനം എന്തെങ്കിലും തകരാറുണ്ടോ, രോഗി എടുക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ചും സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ അല്ലെങ്കിൽ വേദനയ്ക്കായി മറ്റ് ഉപയോഗിക്കുന്ന സാലിസിലേറ്റ്സ് ഗ്രൂപ്പിലുള്ള മരുന്നുകൾ, ഇവയൊക്കെ ESRനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പെട്ടെന്ന് അസസ് ചെയ്യാൻ ESRനേക്കാൾ അതുകൊണ്ട് കൂടുതൽ പരിഗണിക്കപ്പെടുന്ന ടെസ്റ്റ് CRP ആണ്. നമ്മളൊരു ഇൻഫെക്ഷൻ ഉണ്ടായി അതിന്റെ ആദ്യത്തെ ദിവസം ആണ് ബ്ലഡിൽ ESRും CRPയും ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ESR നോർമലായിട്ട് കാണപ്പെട്ടേക്കാം, എന്നാൽ CRP ഉയർന്നു കാണപ്പെടാം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ESRും CRPയും ഉയർന്നു കാണപ്പെടാം. എന്നാൽ ട്രീറ്റ്മെന്റിനെ തുടർന്ന് അടുത്ത ആഴ്ചയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ CRP ചിലപ്പോൾ നോർമലായി കാണപ്പെടാം, എന്നാൽ ESR ഉയർന്നു തന്നെ ആഴ്ചകളോളം നിൽക്കാനിടയുണ്ട്. അതുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് ഏത് ദിവസമാണോ ESRും CRPയും നമ്മൾ ഒരുമിച്ച് നോക്കുന്നത്, അതനുസരിച്ച്
ചിലപ്പോൾ ESR നോർമലായി കാണാം, ചിലപ്പോൾ ESRും CRPയും ഒരുപോലെ ഉയർന്നു കാണാം, ചിലപ്പോൾ CRP നോർമലായും ESR ഉയർന്നും കാണാം. അത് അതിൻ്റെ ടൈം പാറ്റേൺ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ESRും CRPയും സാധാരണയായി ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉള്ളപ്പോൾ ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളാണ്. ESR ആണ് CRPയേക്കാൾ സാധാരണയായി പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്ലിനിഷ്യൻസ് കൂടുതലായി പ്രിഫർ ചെയ്യുന്നത് CRP ആണ്. ഇൻഫെക്ഷൻസിനോടും ട്രീറ്റ്മെന്റിനോടും റാപ്പിഡ് റെസ്പോൺസ് കാണിക്കുന്നത് CRP ആണ്. ESRനെ പോലെ മറ്റ് ഫാക്ടേഴ്സ് CRPയെ എഫക്റ്റ് ചെയ്യുന്നതുമില്ല. ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കാനും അതിൻ്റെ തീവ്രത തിരിച്ചറിയാനും ചികിത്സ എത്രമാത്രം ഫലപ്രദമാണെന്ന് പെട്ടെന്ന് കണ്ടെത്താനും ESRനേക്കാൾ മികച്ച ടെസ്റ്റ് CRP തന്നെയാണ്. തീർച്ചയായും ഈ വീഡിയോ ESRനെ പറ്റിയും CRPയെ പറ്റിയും നിങ്ങൾക്ക് അറിവ് തരുവാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് CRPക്കും ESRനും വ്യത്യാസങ്ങൾ വരിക, അതിൻ്റെ ആ ടൈം പാറ്റേൺ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.